കുറെ നേരമായോ വന്നിട്ട്? കുറെ നേരമായി. എപ്പോഴെത്തിയത്? 4 മണിക്ക് എത്തി. 4 മണിക്ക് എത്തി. എന്തൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ? അങ്ങനെയൊന്നുമില്ല. കുറെ നേരമായോ വന്നിട്ട്? കുറെ നേരം. 4 മണിക്ക്. 4 മണിക്ക് വന്നു. അപ്പോൾ എന്തൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? കുറെ വലിയൊരു പ്രചാരണ കാലത്ത് കുറെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ? വലിയ വിഷയങ്ങൾ. ഞാൻ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ വന്ന 1 വർഷമാവുന്നു. പലരും ഇങ്ങനെ ഇവിടെ സ്ഥിരതാമസമില്ലാത്തവരൊക്കെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ ഈ സമയത്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കൽപ്പാത്തിക്ക് അടുത്തുള്ളൊരു ബൂത്ത് കൂടിയാണ്. അപ്പോൾ തേരൊക്കെ കഴിഞ്ഞ് നിരവധി പേർ ഇവിടെ നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് കുറെ നേരമായി വന്നിട്ട്? 4 മണിക്ക് രാവിലൊക്കെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വന്ന് ഉച്ചക്കൊക്കെ വെയിലായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അപ്പം നല്ല എവിടെ ജോലി ചെയ്യുന്നത്? പറ്റിയിട്ടുണ്ട്. ജോലിയില്ല, പൂജാരിയാണ്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് വന്നാണ്. അപ്പം വൈകുന്നേരം വന്നു. പിന്നെ മകളും ജോലിക്ക് പോയിട്ട് ഇപ്പോഴാണ് വന്നത്. അപ്പം എല്ലാവരും കൂടി ആട്രോഷനുണ്ടായിരുന്നു. 4 മണിക്ക് ശേഷം വരാൻ കാരണം കൽപ്പാത്തിയാണോ താമസം? അതെ, കൽപ്പാത്തി. നിങ്ങൾക്ക് വേണ്ടിയാണ് വോട്ടിംഗ് ദിവസം മാറ്റിയത് അല്ലേ? എന്ത് മാറ്റിയാലുണ്ട്. അതായത് കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ? അതെ, അല്ലെങ്കിൽ ഇത്രയൊന്നും വരില്ല, ഇത്രയും കമ്മിയായിട്ടുണ്ടാവും. ഏതായാലും ഈ കൽപ്പാത്തിക്ക് അടുത്തുള്ള ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടേക്കൊക്കെ 4 മണിക്ക് ശേഷം ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്. അതായത് അതിന് പ്രധാനപ്പെട്ട കാരണം പലരും ഈ മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും. ഇന്നൊരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമായതുകൊണ്ട് തന്നെ അതിന് പുറത്തുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പലർക്കൊക്കെ ഇന്ന് ജോലി ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ജോലി അല്പം നേരത്തെ വന്നു, ഒരു 4 മണിക്കൊക്കെ എത്തി വോട്ട് ചെയ്യാൻ വരുന്നവരുണ്ട്. അങ്ങനെ കുറച്ചധികം ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ളൊരു മണിക്കൂറിൽ കുറച്ചുകൂടി പോളിംഗ് ശതമാനത്തിലൊരു വർധനവ് നമുക്ക് കാണാം. എങ്കിലും കഴിഞ്ഞ തവണത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉച്ച വരെ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുമായിരുന്നില്ല. കാരണം യുവാക്കളുടെ നിര വൈകുന്നേരം കാണാൻ കഴിയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജോലിക്ക് പോയ ആളുകളൊക്കെ മടങ്ങി വന്ന് വോട്ടിങ്ങിനായി നിൽക്കുന്നു എന്നുള്ളതാണ്.